7 വർഷം അവിടെ ഉണ്ടായിരുന്ന ഈ PTS തസ്തികയിൽ 1ാം റാങ്ക് ഉണ്ടായിരുന്ന വ്യക്തിയായ ജിജീഷിനെ അട്ടിമറിച്ചുകൊണ്ടാണ് അന്നത്തെ DCC പ്രസിഡന്റായ IC ബാലകൃഷ്ണൻ ഈ വഴിവിട്ട നീക്കം നടത്തുന്നത്. എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി നമ്മുടെ മുന്നിലുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം മുന്നിലുള്ള ഒരു കത്തുണ്ടായിട്ടും എന്തുകൊണ്ടാണ് VD സതീശനും K സുധാകരനും ഒക്കെ ഇത്രയ്ക്ക് അങ്ങോട്ട് ഈ ND അപ്പച്ചനെയും IC ബാലകൃഷ്ണനെയും ഒക്കെ അങ്ങ് പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചങ്ങ് സംരക്ഷിക്കുന്നത്? ഒരു സമിതിയെ വെച്ചിട്ടുണ്ട്. ആ സമിതിയെക്കുറിച്ച് കോൺഗ്രസ്സുകാർക്ക് പോലും വിശ്വാസമില്ല. എത്ര സമിതിയെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ അവർ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് IC ബാലകൃഷ്ണനെയൊക്കെ. ഈ 3 DCC പ്രസിഡന്റുമാരെ കുറിച്ച് നേരത്തെ ആൻഡ്രോ സാർ സൂചിപ്പിച്ചല്ലോ. അവർ ഈ ബാങ്ക് നിയമനത്തിന് വാങ്ങിയ തുക വീതം വെച്ചിട്ടുണ്ട് എങ്കിൽ അവർ 3 പേരും ഈ പാർട്ടിയിൽ തുടരാൻ യോഗ്യരല്ല. അതിൽ IC ബാലകൃഷ്ണൻ, ഈ അന്തരിച്ച DCC പ്രസിഡന്റാണ് PV ബാലചന്ദ്രൻ, മാത്രമല്ല ഈ മുൻ DCC ട്രഷറർ KK ഗോപിനാഥൻ, ND അപ്പച്ചൻ, IC ബാലകൃഷ്ണൻ, ഈ 3 പേരെയും പാർട്ടിയുടെ ചുമതലകൾ എന്താണോ വഹിക്കുന്നത് അതിൽ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് പുറത്താക്കാൻ പറ്റണം. അത് എന്തുകൊണ്ട് കോൺഗ്രസിന് സാധിക്കുന്നില്ല? അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അവരെങ്കിലും അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഇവിടെ പ്യൂൺ, വാച്ച്മാൻ, 2 തസ്തികകളെ കുറിച്ച് ഉണ്ണി സാർ പറഞ്ഞല്ലോ. അതിൽ പ്യൂണിന് 40 ലക്ഷമാണ് കൊടുക്കേണ്ടത്. വാച്ച്മാന് 30 മുതൽ 35 ലക്ഷം വരെ. അങ്ങനെ ഓരോന്നിനും കൃത്യം തുക നിശ്ചയിച്ച് വാങ്ങുന്നതിനായിട്ടുള്ളൊരു സംവിധാനം ഒരുക്കിയിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് കൈമലർത്തി കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇതിൽ കോൺഗ്രസ് പാർട്ടി തന്നെ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. ഇക്കാര്യത്തിൽ CPIM ഇപ്പോൾ എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.